മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട്, അവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. പിന്നീട് പറഞ്ഞത്, ഞാൻ റോഡുണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വരാൻ വേണ്ടിയല്ല, അത് ഏൽപ്പിക്കുകയൊക്കെ വരാൻ വേണ്ടിയാണ്. അവിടെ പറഞ്ഞതാണ്. അപ്പോൾ അവിടുത്തെ ദീർഘവീക്ഷണം. നേരെ മറിച്ച് മഹാനവറുകൾ വഫാത്തായതിന് ശേഷം ഇവിടേക്ക് ഉസ്താദൊന്നും വരേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനത്തേത് മഹാനവറുകൾ കാണുകയാണ്, അവിടുത്തെ ഉറൂസ് നടത്തേണ്ടത്, അവിടുത്തെ നേർച്ച നടത്തേണ്ടത് ഇവരാണ്, അവർക്ക് വരാനുള്ള വഴിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ബന്ധവുമായിരുന്നു. സി.എം. വലിയുല്ലാഹി മഹാനവറുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ താങ്ങും തണലുമായിരുന്നു. അവിടുത്തെ നിർദ്ദേശപ്രകാരം നിലനിർത്തി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അല്ലാഹു തആല എന്നും ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഇതിനെ ഉയർത്തി തരുമാറാവട്ടെ. ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ കാരണം സി.എം. വലിയുല്ലാഹി മഹാനവറുകളാണ്. കാരണം കുടുംബം മുഴുവൻ മറ്റു ഭാഗത്തായപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ചെറുപ്പകാലത്തിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് SLC വരെ പഠിക്കുമെന്ന്. എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ അവിടെ നിന്ന് ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, മടവൂരിൽ 2 വർഷം ഓതുമെന്നാണ്. ആ 2 വർഷം കഴിഞ്ഞ് ഷഹബാനിൽ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? മടവൂരിൽ നല്ല ദർസുണ്ടെങ്കിൽ അവിടെ ഓതാം, അല്ലെങ്കിൽ മറ്റ് നല്ല ദർസിലോ മർക്കസിലോ പോവാം. അതാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ അവിടുന്ന് ഉള്ള ഒരു നിർദ്ദേശമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടേക്ക് റോഡ് മാർഗം വഴിയില്ലായിരുന്നു, ഇടവഴിയായിരുന്നു. ഇവിടുന്ന് ഒരു 150 മീറ്ററോളം. അപ്പോൾ അവിടുന്ന് സി.എം. വലിയുല്ലാഹി മഹാനവറുകളുടെ ഉമ്മ ഇവിടേക്ക് ക്ഷണിച്ചു. ഇവിടുന്ന് പറഞ്ഞു, മോനെ നമ്മുടെ പുരയിൽ ആരുമില്ലല്ലോ, ഇനി അങ്ങോട്ട് പോര് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അവിടേക്ക് റോഡ് മാർഗം വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത്, എനിക്ക് കണ്ണിനല്പം കാഴ്ചക്കുറവുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ വന്ന് ഞാൻ ആളുകളോട് പറഞ്ഞു, അങ്ങനെ റോഡ് ഉണ്ടാക്കിയാൽ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്, ഒരു സൂചനയുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ റോഡ് ഉണ്ടാക്കിയാൽ വരും എന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, എല്ലാവരും നിങ്ങൾ ഇടിച്ചോളി, ഇടവഴിയാണ്, ഞങ്ങളുടെ മതിൽ നിങ്ങൾക്ക് വാഹനം പോകേണ്ട രൂപത്തിൽ വിട്ടു തന്നു. ഒരാഴ്ച കൊണ്ട് റോഡായി. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ വരില്ല എന്ന് പറഞ്ഞു, റോഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അല്പം കൂടി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നു. രണ്ടാമത് പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് അതിലങ്ങ് വരുമെന്ന്. വഫാത്തായതിനു ശേഷം ജനാസ കൊണ്ടുവന്ന ആ റൂട്ടിലാണ്. പിന്നീട് പറഞ്ഞത്, ഞാൻ റോഡുണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വരാൻ വേണ്ടിയല്ല, അത് ഏൽപ്പിക്കുകയൊക്കെ വരാൻ വേണ്ടിയാണ്. അവിടെ പറഞ്ഞതാണ്. അപ്പോൾ അവിടുത്തെ ദീർഘവീക്ഷണം. നേരെ മറിച്ച് മഹാനവറുകൾ വഫാത്തായതിനു ശേഷം ഇവിടേക്ക് ഉസ്താദൊന്നും വരേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനത്തേത് മഹാനവറുകൾ കാണുകയാണ്, അവിടുത്തെ ഉറൂസ് നടത്തേണ്ടത്, അവിടുത്തെ നേർച്ച നടത്തേണ്ടത് ഇവരാണ്, അവർക്ക് വരാനുള്ള വഴിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ബന്ധവുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭിന്നിപ്പിൻ്റെ സമയത്ത് തന്നെ ചിന്തിച്ചാലറിയാം. അവിടെ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിലാണ് മഹാനവറുകൾ താമസിക്കുന്നത്. മമ്മൂട്ടി മൂപ്പൻ ആശയപരമായി മറുഭാഗത്താണ്. പക്ഷെ അവിടെ മഹാനവറുകൾ പറയുകയാണ്, മർക്കസിൻ്റെ പെട്ടി ഇവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് കിടക്കുന്ന ആ സ്ഥലത്ത് തുർക്കിയ യത്തീംഖാന എന്ന് പറഞ്ഞിട്ട് പെട്ടി മഹാനവറുകൾ മുകളിൽ നിന്ന് നിർദ്ദേശിക്കുക. ഇത്തരത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് നോക്കി. അഥവാ നേരത്തെ എറണാകുളം സമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത്, എറണാകുളം സമ്മേളനം ഒരു വലിയ പ്രതിസന്ധിയിലുള്ളൊരു സമയമായിരുന്നല്ലോ. അന്ന് ഉസ്താദിനെയും മറ്റ് നേതാക്കളെയൊക്കെ അവിടേക്ക് ബാബുവിനെ പറഞ്ഞയച്ച് അവിടെ നിന്ന് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എളുപ്പം സ്റ്റേജ് കെട്ടിയ ഭാഗത്ത് പോരാ, അവിടുന്ന് പൊളിച്ചിട്ട് ബേക്കോട്ട് കെട്ടണമെന്ന് പറഞ്ഞ് കലൂർ സ്റ്റേഡിയത്തിൽ അന്ന് മധ്യഭാഗത്തായിരുന്നു സ്റ്റേജ് കെട്ടിയത്. കാരണം ആളില്ലാതിരുന്നാൽ ഒരു അയവാണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അവിടുന്ന് പോരാ, അവിടെ ഒന്നും സ്ഥലം മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നീട് കാട് വെട്ടി തെളിച്ചതിന് ശേഷം സ്റ്റേജ് പുറഭാഗത്തേക്ക് മാറ്റിയത്. അപ്പോൾ അന്ന് ഈ സമ്മേളനത്തിന് പോയ സമയത്ത് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ ഇവിടുന്ന് മഗ്‌രിബിൻ്റെ ശേഷം പറയാണ്, ഇപ്പോൾ ഉള്ളാൾ തങ്ങൾ പ്രസംഗിച്ചു, ഇപ്പോൾ AP പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ലൈവ് ഇവിടെ ഇങ്ങനെ പറയാണ്. ഇതാ ഉള്ളാൾ തങ്ങൾ ഇന്നത് പറഞ്ഞു, AP ഇന്നത് പറഞ്ഞു. അപ്പോൾ ലൈവാണെങ്കിൽ ലൈവ് നോക്കിയാൽ അറിയാലോ ഓരോ പ്രഭാഷണം. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവിടുത്തെ കിളാശ്ശേരി ആജിയാർ അഹമ്മദ് കുട്ടി ആജി പറഞ്ഞു, ഇവിടുന്ന് നോക്കണം, കാരണം എൻ്റെ മോനും ഇവിടുത്തെ മോനും എന്ന് പറഞ്ഞാൽ അഥവാ അഹമ്മദ് കുട്ടി ആജിയുടെ മോനും പിന്നെ ബാബു, അവിടുത്തെ അഹമ്മദ് ആജി എന്ന് പറയുന്ന ബാബു, അവരും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മകനും ഇവിടുത്തെ മോനൊക്കെ പോയിട്ടുണ്ട്, നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഒരു പ്രശ്നം ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട്, അവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. ഇത് വെണ്ണക്കോട് ഉസ്താദ് പറഞ്ഞ പോലെ അവിടെയുള്ളവരെല്ലാവരും എൻ്റെ മക്കളാണെന്ന്. അപ്പോൾ അൽഹംദുലില്ലാഹ് അവിടുത്തെ ഒരു പൊരുത്തത്തിലുള്ള ഒരു സംഘടനയുടെ കീഴിൽ നമുക്കൊക്കെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തൗഫീഖാണ്. അള്ളാഹു ഇത് രണ്ട് ലോകത്തും ഒരു വിജയത്തിൻ്റെ വഴിയായി അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. പിന്നെ
APK ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ നമുക്കൊക്കെ ഉള്ള ആകെയുള്ള സംശയമാണ്. കാരണം ഒരു ഭാഗത്ത് വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ ആൾക്കാരെ കാണുന്നു, താടി നരച്ച വലിയ പണ്ഡിതന്മാർ, ഉസ്താദ് കുറഞ്ഞ ആളുകളും. അപ്പോൾ ഞാൻ ഏതാണ്ട് 2 മാസത്തിലൊരിക്കൽ മഹാനവറുകളെ കാണാൻ വേണ്ടി പോകും. അപ്പോൾ അവിടുന്ന് ഞാനന്ന് വലിയമ്മയോട് പറഞ്ഞു, നമുക്ക് നാളെ പോകാം. ഒരു ദിവസം തീരുമാനിച്ചു, നാളെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. നാളെ പോകുന്ന സമയത്ത് APK ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് അവിടെ നിന്ന് ചോദിക്കണം. അപ്പോൾ വല്യമ്മ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ചോദിക്കും, ഇനി ഓർമ്മാക്കി തന്നാൽ മതി. അങ്ങനെ അവിടുത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഏതാണ്ട് 1/4 മണിക്കൂറോളം സംസാരിച്ചതിന് ശേഷം മഹാനവറുകൾ ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ വല്യമ്മേനെ തോണ്ടി APൻ്റെ വീക്കെൻ്റെ അത് ചോദിച്ചു. അപ്പോൾ IK എന്ന് പറയുന്നത് വല്യമ്മയുടെ ഇളയമ്മയുടെ മകനാണ്, നേരെ കുടുംബമല്ലേ. അപ്പോൾ അവിടുന്ന് മഹാനവറുകളോട് ഉമ്മ ചോദിക്കുകയാണ്, അല്ല മോനെ, നമ്മുടെ ഇങ്ങനെ 2 പാർട്ടി ഉണ്ട്, അതിലേതാ നല്ലത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, APൻ്റെ അടുത്തൊരു തെറ്റുമില്ല. അതാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ അത് അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് നമ്മുടെ അമാനി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അങ്ങനെ അവിടുന്ന് നിർദ്ദേശിച്ച, അവിടുന്ന് കാണിച്ചു തന്നൊരു വഴിയാണ്. അല്ലാഹു തആല ഈ മഹാന്മാരോടൊക്കെ പൊരുത്തം നമ്മുടെ പ്രസ്ഥാനത്തിന് നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ മഹത്തുക്കളായ ഔലിയാക്കൾ, അവരുടെ പിന്തുണയും അവരുടെയൊക്കെ ദുആയാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു വിജയം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആ ഒരു പൊരുത്തത്തിൽ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഈ മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.